നമുക്കിനി ആറന്മുളയിലേക്ക് തിരിച്ചു വരാം. യെസ്. എൻ്റെ സ്ഥലമാണ്, നമ്മൾ താങ്കളുടെ സ്ഥലമാണ്, നമ്മുടെ എല്ലാവരുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള സംസാരങ്ങൾ, എൻ്റെ വീട്ടിൽ 5 വോട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള സംസാരങ്ങൾ 5 വോട്ട് എനിക്ക് തരണം, അത് ആദ്യം അഭ്യർത്ഥിക്കുക. ആ 5 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് നിന്നും ഈ വീഡിയോ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ആളുകളെയും കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഇനി നമ്മൾ അങ്ങോട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, കാരണം താങ്കളുടെ ഒരു വോട്ട്, താങ്കൾ വോട്ട് അഭ്യർത്ഥിക്കേണ്ട ഒരാളും കൂടിയാണ് താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ഈ ആറന്മുളയെ സംബന്ധിച്ച് നമുക്ക് വരുമ്പോഴത്തേക്കിന് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കൊരു MLA ഉണ്ട്. MLA മാത്രമല്ല, MLA ആരോഗ്യമന്ത്രിയും കൂടിയാണ്. ഞാൻ ആരോഗ്യമന്ത്രിയുമായിട്ട് ഇതേപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ പല കാര്യങ്ങളും മന്ത്രിയോട് ചോദിച്ചിട്ടുമുണ്ട്. ശരിക്കും നമുക്ക് ഈ ലോക്കൽ കാര്യങ്ങളെ പറ്റി വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഒരു വികാരം എന്ന് പറയുന്നത് ശബരിമല ഒരു വലിയ വികാരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഈ ശബരിമല വിഷയം കുറേ നാളുകളായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എല്ലായിടത്തും ശബരിമല വലിയൊരു വിഷയമാണ്. ശബരിമല എപ്പോഴും ഒരു വിഷയമാണ്. അപ്പൊ ഇത്തവണ കഴിഞ്ഞ തവണ നമുക്ക് ആ ഒരു ആചാര ലംഘനമായിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ, ഒരു കളവ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതായത് ഭഗവാന്റെ സ്വത്ത് കൊള്ള ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ക്ഷേത്രഭരണ വ്യവസ്ഥിതിയിൽ വന്ന തകരാറാണ്. ഇപ്പോഴത്തെ ക്ഷേത്രഭരണ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലുള്ളതല്ല. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുകയാണ് ഭരണവ്യവസ്ഥിതി. ആര് ഭരിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. 2 കാരണങ്ങൾ കൊണ്ട് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഒന്ന്, ഒരു മതേതര രാഷ്ട്രത്തിൽ എന്തിനാണ് ഒരു മതസ്ഥാപനം സർക്കാർ ഭരിക്കുന്നത്? സർക്കാരിൻ്റെ ഇടപെടൽ എന്തിനാണ്? ഇനി രണ്ടാമത്, സർക്കാരിൻ്റെ ഇടപെടലിലൂടെ പറഞ്ഞയക്കപ്പെടുന്ന ആളുകൾ ആരാണ്? ഒരു വിശ്വാസമില്ലാത്തവരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോർപ്പറേഷനിലും ബോർഡുകളും ധാരാളമുണ്ട്. അതിലൊരു ബോർഡ് ദേവസ്വം ബോർഡാണ്. ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ഒരാളിനെ അയക്കുന്നു, ദേവസ്വം ബോർഡിലേക്ക് ഒരാളിനെ അയക്കുന്നു. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ഒരാൾ അങ്ങ് പോവുകയാണ്, അയാൾ ശബരിമല കാണുന്ന ആദ്യമായിട്ടായിരിക്കും. വിശ്വാസം എന്ന് പറയുന്നത് അവിടെ പ്രശ്നമില്ല. അപ്പോൾ ഒന്നത്. ഈ മറ്റൊരു കാര്യം, ഇനി അവിടെ കയറിക്കഴിഞ്ഞാൽ അവർ എങ്ങനെ പണം ഉണ്ടാക്കാം, അഴിമതി നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് യാതൊരു സ്ഥാനമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. അവരവിടെ ഇപ്പോൾ ഞാൻ പറയാം, ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർ അയ്യപ്പൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഭഗവാനെയാണ് വിഗ്രഹത്തിൽ ഭഗവാനെയാണ് കാണുന്നത്. പക്ഷെ ഭരണക്കാർ വരുന്നവർ, വിശ്വാസമില്ലാത്തവർ, അവർ കാണുന്നത് എത്ര കിലോ സ്വർണമുണ്ട്. അവർ വിഗ്രഹത്തിൽ സ്വർണമാണ് കാണുന്നത്. സ്വർണത്തിൽ ഭഗവാനെ കാണുന്നവരാണ് അയ്യപ്പന്മാർ. അവർക്കറിയേണ്ട കാര്യമില്ല അത് സ്വർണ്ണമാണോ, പഞ്ചലോഹമാണോ, വെള്ളിയാണോ, ഇതൊന്നും ആരും അന്വേഷിക്കുക, കല്ലാണോ, ഇതൊന്നും ആരും അന്വേഷിക്കുക. കാരണം അവർ നോക്കി തൊഴുന്നത് ഭഗവാനെയാണ്, അവർ കാണുന്നത് ഭഗവാനെയാണ്, മറ്റതങ്ങനെയല്ല. അപ്പോൾ അവിടുത്തെ ഓരോ സാധനങ്ങൾ, അത് ദ്വാരപാലകനായിരുന്നാലും അവിടുത്തെ ശ്രീകോവിലായിരുന്നാലും അവിടുത്തെ കട്ടിടപ്പാളി ആയിരുന്നാലും ഇതൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. ഭരിക്കുന്നവരതാണ് നോക്കുന്നത്. അപ്പോൾ ഇന്മേൽ എങ്ങനെ നമുക്ക് കമ്മീഷൻ അടിക്കാം, ഇതെങ്ങനെ നമുക്ക് പൊളിച്ചെടുത്ത് കൊണ്ടുപോയി എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് അവർ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്രഭരണത്തിന് വരുന്നത്. ഭൗതിക സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ് അവർ ഭരണത്തിലേക്ക് വരുന്നത്, വിശ്വാസം സംരക്ഷിക്കാനല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതേസമയം ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ ഭരണത്തിനെത്തുന്നത് അവിടുത്തെ വിശ്വാസികളാണ്, വിശ്വാസികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. ഇവിടെ അതല്ല. ഇവിടെ അയ്യപ്പന്മാർക്ക് എന്താ പങ്ക്? ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ അവിടുത്തെ ഗുരുസ്വാമിമാർക്ക് വല്ല പങ്കുണ്ട്. അവിടെ എത്രയോ ഗുരുസ്വാമിമാർ വരുന്നു, അവർക്ക് എന്താ പങ്ക്? അവർ പണം ഇടുന്നു, പോകുന്നു. ആ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? അവർക്ക് ചോദിക്കാനുള്ള സൗകര്യമില്ല, സന്ദർഭമില്ല, അവകാശവുമില്ല. അപ്പം ഈ വ്യവസ്ഥിതിയാണ് ഇവിടുത്തെ പ്രശ്നം. ഏറ്റവും പരമപ്രധാനമുള്ള ഈ വ്യവസ്ഥിതി മാറുക എന്നുള്ളത് തന്നെയാണ്. ജനാധിപത്യം വരണം, ക്ഷേത്രങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരണം. മറ്റ് ആരാധനാലയങ്ങളിലുള്ളതുപോലെ ജനാധിപത്യം എന്നുവെച്ചാൽ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ തീരുമാനിക്കണം അവിടെ ആര് ഭരിക്കണം. ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാത്തതാണ് വിഷയം. ഇനി ഇത് എത്രത്തോളം ഇവിടുത്തെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഒരു വലിയ വ്രണമുണ്ടാക്കി.
കാരണം അവർ ഭഗവാനെ ആണ് ദ്വാരപാലക ശില്പമായിരുന്നാലും അവിടുത്തെ കട്ടൾപ്പാളിയായിരുന്നില്ല ഭഗവാന്റെ അംശമായിട്ട് കാണുന്നവരാണ്. അത് മുഴുവൻ കൊള്ള ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു വേദന ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാനുണ്ട്. അവർ വ്രണിത ഹൃദയരായി തങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ധ്വംസിക്കപ്പെട്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട സ്ഥിതിയിലാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഈ പ്രതികളെയൊക്കെ എന്തിനു സംരക്ഷിക്കണം? 90 ദിവസം കിട്ടും പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ. 90 ദിവസം പോരെ? ആർക്കുമെതിരെ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. എല്ലാവരും പുറത്തിറങ്ങി. ഇത് തന്നെ സർക്കാരിൻ്റെ പോലീസിൻ്റെ അനാസ്ഥയാണെന്നുള്ളതിനെ കുറിച്ച് ഈ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഒരു വശത്ത്, ഭരിക്കാനെത്തുന്ന ആൾക്കാരുടെ വിശ്വാസമില്ലായ്മ, നിഷേധാത്മകമായ സമീപനം, ഇതെല്ലാം കൂടി കൂടിക്കുഴച്ചുണ്ടാക്കിയ ഒരു വലിയ വിസ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് ശബരിമലയത്. അത് ഉണ്ടായതെന്ന് പറയാനല്ലോ, ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉത്തരവാദികൾ ഈ തെരഞ്ഞെടുപ്പിൽ സമാധാനം പറഞ്ഞേ പറ്റും.